ഭാഗ്യലക്ഷ്മിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് വന്നിറങ്ങിയാണ് സദാനന്ദനും കാർത്തിയും. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ കാർത്തിയോട് സദാനന്ദൻ ചോദിക്കുകയാണ്, കുറച്ച് ദിവസം വൈദ്യശാലയിൽ പോയി കിടക്കണമോ? വേണ്ടച്ച, അങ്ങനെയൊന്നും വേണ്ട. പിന്നീട് സദാനന്ദൻ പറയുകയാണ്, ലോകതോൽവിയാണ് നിന്റെ അമ്മ, എന്തെങ്കിലും കുറ്റിയും കൊളുത്തുമൊക്കെയായി ചോദിക്കാൻ വരും, മൈൻഡ് ചെയ്യണ്ട, നടക്ക് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് രണ്ടുപേരും. കാർത്തിയെ കണ്ട് ചന്ദ്രമതി ഓടി വന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് മോനെ? അതിന് മറുപടി സദാനന്ദൻ പറയുകയാണ്, നല്ല രസമുണ്ട്. ആശുപത്രിയിൽ നിന്നും വരുന്നവനോട് ചോദിക്കുന്ന ചോദ്യം കേട്ടില്ലേ? നല്ല നാടൻ മുട്ട കുരുമുളകിട്ട് വാട്ടിക്കൊടുക്കണം. ചന്ദ്രമതി ചോദിക്കുകയാണ്, ഇതിന്റെ എന്തെങ്കിലും ആവശ്യം നിനക്കുണ്ടായിരുന്നോ? എനിക്ക് 2 തല്ല് കൊണ്ടാലും കുഴപ്പമില്ലമ്മേ, അവളുടെ കല്യാണം മുടങ്ങിയല്ലോ. ഭാഗ്യലക്ഷ്മിക്കും മക്കൾക്കും ഭാവി ഉണ്ടാകരുത്, എനിക്ക് അത്രേ ഉള്ളൂ. സ്ത്രീകളുടെ എല്ലാം ശാപം പിടിച്ചു പറ്റിയാൽ ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നിനക്ക് ഗുണം പിടിക്കില്ല. ഇത് കേട്ട് സദാനന്ദൻ പറയുകയാണ്, എടാ മോനെ, ഇത് കേട്ട് ഞാൻ ഇനി ഇവിടെ നിന്നാലേ ഈ ജന്മത്തിൽ തന്നെ ഇവള് ഇവിടെ ഇരുന്ന് നിരങ്ങും. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് സദാനന്ദൻ. മോൻ ഇനിയെങ്കിലും തല്ലിനും വഴക്കിനും പോകാതെ ഏതെങ്കിലും നല്ല കുടുംബത്തിൽ നിന്നും കല്യാണം കഴിക്കണം. പുച്ഛിച്ച് കാർത്തി ചോദിക്കുകയാണ്, കല്യാണം കഴിച്ചിട്ട് ഗൾഫിലോട്ടൊന്നും അല്ലല്ലോ പോകുന്നത്, ജയിലിലേക്കല്ലേ? നിന്റെ അച്ഛൻ വലിയ വക്കീലന്മാരെയൊക്കെ വച്ചിട്ടുണ്ടല്ലോ. ഇനി ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനൊക്കെ പറ്റുമെന്നാണ് പറയുന്നത്. പുറത്തിറങ്ങിയാലും ജോലി ഒഴിയുന്നില്ലമ്മേ, പലരോടും കണക്ക് പറയാനുണ്ട്, കൂടുതലും ഭാഗ്യലക്ഷ്മിയോടും മക്കളോടും തന്നെ. ഇത് കേട്ട് ചന്ദ്രമതി ചോദിക്കുകയാണ്, അവരെ ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ മോനെ? ഇല്ല, എന്റെ ശരീരം നൊന്തെങ്കിൽ അതും അതിന് നിമിത്തമായ അവളും അവളുടെ മകളും ഒക്കെയാണ്, അതെനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എന്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ എല്ലാത്തിനെയും മര്യാദ പഠിപ്പിക്കും ഞാൻ. എന്തായാലും ശരീരത്തിന് പരിക്കുണ്ടെന്ന് കരുതി വീടിനകത്ത് കടകടച്ചിരിക്കാൻ പോകുന്നില്ല. ഉടനെ എനിക്ക് പുറത്തിറങ്ങണം. ബുള്ളറ്റ് ജഗൻ എന്ന് പറയുന്നവൻ വെട്ടുകൊണ്ട് താഴെ വീണാൽ അവിടെ അവസാനിക്കും ഭാഗ്യലക്ഷ്മിയും മക്കളും. കാർത്തിയുടെ ഈ സംസാരത്തിൽ വിഷമിക്കുകയാണ് ചന്ദ്രമതി. പിന്നീട് രാത്രി ദീപയെ ഫോൺ ചെയ്യുകയാണ് ജയലാൽ പറയുകയാണ്, നാളെയാണ് അമ്മ അങ്ങോട്ട് വരുന്നത്. എന്തായി കാര്യങ്ങളൊക്കെ? അമ്മ വന്നോട്ടെ, ഇപ്പൊ യാതൊരു ടെൻഷനും ഞങ്ങൾക്കില്ല. ആഹാ, സ്വർണമൊക്കെ ഒപ്പിച്ചോ? ആ, ലാലേട്ടൻ തന്ന 50 പവനും പിന്നെ ഒരു 50 പവനും കൂടി ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ അമ്മ വന്നാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജയലാൽ ചോദിക്കുകയാണ്, തന്റെ അമ്മയെ ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും കരുതേണ്ട ലാലേട്ട, ഞാനും അമ്മയും തെറ്റൊന്നും ചെയ്യാത്തത് കൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ സ്വർണം കണ്ടു കഴിഞ്ഞാൽ പൈസയുടെ കാര്യത്തിൽ അമ്മ ഒരു സാവകാശമൊക്കെ തരും. അതേപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ കല്യാണത്തിന് അത്ര ആഡംബരങ്ങളൊന്നും വേണ്ട, ചെറിയൊരു ഓഡിറ്റോറിയം ഒക്കെ എടുത്താൽ മതി. അറിയാമല്ലോ ലാലേട്ടന്, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് അമ്മയ്ക്ക് ഒരു ടെൻഷനും കൊടുക്കരുതെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്ന് വെച്ചാൽ ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിൽ നിൽക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതിനിടയിലാണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ എന്റെ ഭാഗത്തു നിന്നും ദീപയ്ക്കും കുടുംബത്തിനും ഒരുപാട് സഹായങ്ങൾ ഉണ്ടാകും. ഈയുടെ കല്യാണമൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നടത്താം. അതുകൊണ്ട് അമ്മയോട് പറഞ്ഞേക്ക്, ഞാൻ മരുമകനായി വന്നാൽ അമ്മയ്ക്ക് പിന്നീട് അധികം കിടന്ന് ഓടേണ്ടി വരില്ല എന്ന്. ശരി ലാലേട്ട, അമ്മ അങ്ങനെ മരുമോനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കൂട്ടത്തിലൊന്നും ഉള്ളതല്ല. ഇതൊരു ബുദ്ധിമുട്ടല്ലല്ലോ ദീപേ, പരസ്പരം സഹായം ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ലേ? ശരി, എങ്കിൽ വച്ചോ. അമ്മ കണ്ടോണ്ട് വന്നാൽ എനിക്കും ലാലേട്ടനും വഴക്ക് കിട്ടും. രണ്ടുപേരും ഫോൺ വയ്ക്കുകയാണ്. അതേസമയം റൂമിൽ ദിയ ജഗനെ കണ്ട ഓരോരോ സന്ദർഭങ്ങൾ ഓർത്ത് വിഷമിച്ച് കിടക്കുകയാണ്. ദിയ കരുതുകയാണ്, ഒന്ന് വിളിച്ചുകൂടെ, എന്റെ ടെൻഷൻ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ? അതേസമയം അവിടെ വിഷമിച്ചിരിക്കുന്ന ജഗന്റെ അടുത്തേക്ക് വന്ന് ബിനു പറയുകയാണ്, അണ്ണന്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നു. പ്രേമിക്കുന്ന പെങ്കൊച്ചിനെ അരികെ കിട്ടിയതാണ് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ. എന്നിട്ടൊരു അക്ഷരം മിണ്ടാതെ ഇപ്പൊ ഇരുന്നങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കണ്ണ. ഒരു ഗുണ്ടയുടെ പുറകെ ഞാൻ എന്തിനാ ഇങ്ങനെ നടക്കുന്നതെന്ന് ചേച്ചി ചിന്തിച്ചു തുടങ്ങിയാലേ പിന്നെ നിങ്ങൾ തമ്മിൽ കാണാനൊന്നും പോകുന്നില്ല. കാണുന്നില്ലെങ്കിൽ വേണ്ട, കുറച്ചു ദിവസം കാണാതിരുന്നാൽ എനിക്ക് പിന്നെ കാണണമെന്ന് തോന്നില്ല. അങ്ങനെ ജഗൻ പറയുമ്പോൾ ബിനു പറയുകയാണ്, അണ്ണന്റെ സ്വഭാവം വെച്ച് ചേച്ചിയെ മറക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അണ്ണൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് ദിയ ചേച്ചി. എന്തുകൊണ്ടാണ് ഞാൻ സ്നേഹിച്ചതെന്നും എനിക്കറിയില്ല. ഒരു കുടുംബത്തെ പറ്റി ചിന്തിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല. എനിക്കിപ്പോൾ ഒന്നും പിടികിട്ടുന്നില്ല. ദേഷ്യപ്പെട്ട് ബിനു പറയുകയാണ്, പിടികിട്ടുമ്പോഴേക്കും ചേച്ചിയുടെ പാട്ടിന് പൊയ്ക്കോളും. ഇന്ന് വല്ലതും ചേച്ചി വിളിച്ചോ അണ്ണ? ഇല്ലെന്ന് പറയുകയാണ് ജഗൻ. അണ്ണനൊരു കാര്യം മനസ്സിലാക്കണം, ചേച്ചിയുടെ അമ്മ അണ്ണനെ താക്കീത് ചെയ്തു, അത് ശരിയാണ്. എന്നാൽ അതിനു മുമ്പ് എത്രയോ തവണ ചേച്ചിയുടെ അമ്മ ചേച്ചിയെ താക്കീത് ചെയ്ത് കാണും. അന്ന് രാത്രി നമ്മൾ അവിടെ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ അന്ന് തന്നെ ചേച്ചിയെ അടിപറ്റിച്ചിട്ടുണ്ടാകും. എന്നിട്ടും അതൊന്നും കണക്കിലെടുക്കാതെ അണ്ണന്റെ പിന്നാലെ അവര് വരുന്നുണ്ടെങ്കിലേ അത് ചെറിയ സ്നേഹമൊന്നും അല്ലണ്ണ.
അണ്ണൻ ചിന്തിക്കുന്നതിനേക്കാളും ചേച്ചിയുടെ മനസ്സിൽ അണ്ണനുണ്ട്. അതൊക്കെ എനിക്കറിയാമെടാ. എങ്കിലും വാക്ക് കൊടുത്താൽ അത് പാലിച്ചു മാത്രമാണ് ശീലം. അതിപ്പോ അണ്ണൻ മാത്രം പാലിച്ചാൽ മതിയോ? അവരും പാലിക്കണ്ടേ? ചേച്ചി അണ്ണനെ കാണാൻ വേണ്ടി എല്ലായിടത്തും അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അണ്ണൻ പോകുന്നിടത്തൊക്കെ എല്ലാ സ്ഥലങ്ങളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നത് തെറ്റല്ലേ അണ്ണ? ഞാൻ പറയുന്നത് അണ്ണനൊന്ന് കേൾക്കണം. അണ്ണൻ ഇപ്പോ ചേച്ചിയൊന്ന് വിളിക്കുകയെങ്കിലും ചെയ്യണം. അത്ര ആശ്വാസമെങ്കിലും ചേച്ചിക്ക് കിട്ടട്ടെ. എടാ, വിളിച്ചിട്ട് ഞാൻ എന്തോ പറയും? അത് നടന്നതൊക്കെ അങ്ങ് പറയണം. ചേച്ചിയുടെ അമ്മ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണ് മാറി നടന്നതെന്ന് പറയണം. എടാ, അതവള് അവളുടെ അമ്മയോട് പോയി ചോദിച്ചാൽ മോശമല്ലേ? അവിടെ എന്റെ വ്യക്തിത്വം ഇല്ലാതാകില്ലേ? ഇനി ചോദിക്കുകയാണ്, ഇപ്പോൾ വ്യക്തിത്വം ഉണ്ടാകേണ്ടത് മോളുടെ മുമ്പിലാണോ അതോ അമ്മയുടെ മുമ്പിലാണോ? ജഗൻ ചോദിക്കുകയാണ്, വില്ലേജ് ഓഫീസർ നടന്ന കാര്യം ദിയയോട് പറഞ്ഞു കാണില്ലേ? അവര് പറഞ്ഞൊന്നും കാണില്ല. ഇപ്പൊ ചേച്ചി കരുതുന്നത് അണ്ണന്റെ സ്വഭാവം ഇതാണെന്നായിരിക്കും. ഉണ്ടയല്ലേ, അതുകൊണ്ട് കൂടുതൽ കാലം നമ്പി നടക്കുന്നത് ശരിയല്ല എന്നും ചേച്ചിക്ക് ചിലപ്പോൾ തോന്നിക്കാണും. എന്നാ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. അവര് വിളി നിർത്തുമ്പോഴായിരിക്കും നമുക്കവരെ കാണണം, സംസാരിക്കണം എന്നൊക്കെ തോന്നുന്നത്. ഇതിനകത്ത് നിന്നെ പോലെ അനുഭവവും പരിചയവും എനിക്കില്ലടാ. ബിനു പറയുകയാണ്, അപ്പൊ പിന്നെ അതുള്ളവർ പറയുന്നതങ്ങ് കേൾക്കണം. ജഗൻ പറയുകയാണ്, ഇത്തിരി കൂടി ക്ഷമിക്കാം, എന്നിട്ട് എന്ത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിനുശേഷം ജഗൻ മൊബൈൽ എടുക്കുമ്പോൾ ബിനു പറയുകയാണ്, ഇനിയിപ്പോ മൊബൈലിലേക്ക് നോക്കിയിരുന്നോ? ചേച്ചി വിളിച്ചാൽ എടുക്കാതിരിക്കുന്നത് ഒരു സുഖമാണല്ലോ. വെറുതെ ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെയിട്ട് കുരങ്ങ് കളിപ്പിക്കരുത്. ഇവിടെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിക്കണേന്നും പറഞ്ഞ് നോക്കി നടക്കുകയെ ബാക്കിയുള്ളവര്. ഇവിടെയോ ഒരു പെങ്കൊച്ച് പ്രേമിക്കാനായിട്ട് പിന്നാലെ നടക്കുമ്പോൾ അത് അവഗണിക്കുക. അല്ലെങ്കിലും ചില സുന്ദരികളായ പെൺപിള്ളേര് ഇങ്ങനെ തന്നെ തനി വെട്ടുപോത്തുകളെയെ സ്നേഹിക്കൂ. അത് കേട്ട് ദേഷ്യപ്പെട്ട് ജഗൻ ബിനുവിനെ നോക്കുമ്പോൾ ബിനു പറയുകയാണ്, നോക്കണ്ട, സത്യമാണ് ഞാൻ പറഞ്ഞത്. വെറുതെ സമയം മെനക്കെടുത്ത എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് പോവുകയാണ് ബിനു. പിന്നീട് ദീപയുടെ വീട്ടിലേക്ക് പോകാനായി റെഡിയാവുന്ന ഗംഗാധരനോട് രാഗിണി പറയുകയാണ്, പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ പോകുന്നത് സ്വർണം കാണാനാണ്, അല്ലാതെ ഗംഗയെ കൊണ്ടുപോയി കാണിക്കാനൊന്നുമല്ല. അതെനിക്കറിയാം രാഗി. എന്നാൽ പിന്നെ എന്തിനാ ഈ രാവിലെ മുതൽ ഒരുക്കം തുടങ്ങിയതാണല്ലോ? മീശയും മുടിയുമൊക്കെ കറുപ്പിച്ചു കഴിഞ്ഞില്ലേ? തലയിലാണെങ്കിൽ ഒരു മുടിയുമില്ല, പിന്നെ അതിനകത്ത് ചീപ്പ് വെച്ച് പിടിച്ചോണ്ടിരിക്കുക. തിരിച്ച് ഗംഗാധരൻ ചോദിക്കുകയാണ്, ഒരു വിഗ് വെച്ചാലോ എന്നാലോചിക്കുകയാണ്. രാഗിണി പറയുകയാണ്, ദേ നോക്ക്, മൊത്തം 4 മക്കൾ. അതിൽ 2 പേരുടെ കല്യാണം കഴിഞ്ഞു, 3ാമത്തേതും കഴിയാതാകാറായി. പോരാത്തതിന് മുത്തച്ഛനുമായി. ഇനി അങ്ങോട്ട് നിങ്ങൾ മുത്തച്ഛന്റെ കോലത്തിലങ്ങ് നടന്നാൽ മതി, അല്ലാതെ വേഷം കെട്ടലൊന്നും വേണ്ട. നിവർന്നതെന്ന് ഗംഗാധരൻ ചോദിക്കുകയാണ്, കൊള്ളാമോ? ഒരാഠ്യത്വമൊക്കെ തോന്നുന്നുണ്ടോ? അഗണി പറയുകയാണ്, അതുകൊണ്ടല്ലേ നിങ്ങളെ ഞാൻ കെട്ടിയത്. എന്ന് വെച്ച് കൂടുതൽ അലങ്കാരങ്ങളൊന്നും വേണ്ട. രാഗം, അവരെന്നെ ആദ്യമായിട്ട് കാണുകയല്ലേ? ജയലാലിനെയും കൂട്ടി ഞാൻ പോയപ്പോൾ അവന് പോലും ഇല്ലായിരുന്നു ഇതുപോലെ ഒരുക്കം. കണക്കിന് ഞാൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് വിഗ് വെച്ച് ഒരുങ്ങി നിങ്ങൾ എവിടെയൊക്കെ പോയി കാണും. അയ്യോ, ആ സമയത്ത് ഒരുങ്ങി ഞാൻ എങ്ങും പോയിട്ടില്ല രാഗം. എനിക്കെന്റെ രാഗം കൂടെ ഉള്ളപ്പോഴേ ഒരുക്കം വരൂ. ഓ, കൂടുതൽ സംസാരമൊന്നും വേണ്ട. ഞാൻ ജയിലിൽ പോയപ്പോൾ സന്തോഷം കൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടി നടക്കുകയായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. 2 പേരും താഴേക്ക് വരുമ്പോൾ ജയലാൽ പറയുകയാണ്, ഞാനും കൂടി വരാമായിരുന്നു. രാഗിണി ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്? കല്യാണത്തിന് മുമ്പ് പയ്യന്മാരെങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറിയിറങ്ങി നടക്കാൻ പാടില്ല. ഗംഗാധരൻ പറയുകയാണ്, അത് ഞാൻ എപ്പോഴും ഇവനോട് പറയാറുണ്ട് രാഗം, ഞങ്ങൾ ആണുങ്ങളുടെ വില കളയരുതെന്ന്. ജയലാൽ പറയുകയാണ്, അവിടെ പോയിട്ട് അന്ന് സംസാരിച്ച പോലെയൊന്നും സംസാരിക്കരുതേ അമ്മേ. അന്ന് ഞാൻ എന്ത് സംസാരിച്ചെന്നാണ് നീ പറയുന്നത്? ഞാൻ പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഇപ്പോഴവര് നമ്മുടെ ഡിമാൻഡ്സ് എല്ലാം അംഗീകരിച്ചില്ലേ? അവര് 100 പവൻ റെഡിയാക്കിയിട്ടുണ്ട്. രാഗിണി പറയുകയാണ്, ആ 100 പവനും പഴയ സ്വർണമാണോ അതോ മായം കലർന്ന സ്വർണമാണോ എന്നൊക്കെ എനിക്ക് പരിശോധിക്കണം. ഗംഗാധരൻ പറയുകയാണ്, അവരങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന കൂട്ടത്തിലുള്ളവരാണെന്ന് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും മോളല്ലേ? അത് തിരുത്തുകയാണ് രാഗിണി. സസ്പെൻഷനിലായ ഒരു വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും മോള്. അവർ സസ്പെൻഷനിലായത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും കൃത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അവരെന്തൊക്കെയോ പറഞ്ഞു, അത് നമ്മൾ അങ്ങ് വിശ്വസിച്ചു. ഡോക്ടർ ഇക്ബാൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പറ്റാത്ത ഒരു ബന്ധം പറയില്ലല്ലോ അമ്മേ. രാഗിണി പറയുകയാണ്, അത് മാത്രമാണ് ഏക ആശ്വാസം. അങ്ങേരൊരു നല്ലവനാണ്, അതുകൊണ്ട് അയാൾ എന്നെ കുഴിയിൽ ചാടിക്കില്ല എന്ന് വിശ്വസിക്കാം. ഡോക്ടർ ഇക്ബാൽ കൊണ്ടുവന്ന ബന്ധമായതുകൊണ്ടാണ് ഞാനും പച്ചക്കൊടി കാണിച്ചത്. അങ്ങനെ പറഞ്ഞ് ഗംഗാധരൻ വീണ്ടും ഒന്ന് നിവർന്നു നിന്നിട്ട് ജയലാലിനോട് ചോദിക്കുകയാണ്, എടാ മോനെ, അച്ഛൻ ഓക്കെയാണോ? ഒന്ന് നോക്കിയിട്ട് ജയലാൽ പറയുകയാണ്, അച്ഛന് കുറച്ച് ഗ്ലാമർ കൂടിയിട്ടുണ്ടല്ലോ. ഇത് കേട്ട് രാഗിണി പറയുകയാണ്, എന്നെയും ഇങ്ങേരെയും കൂടി കണ്ടാൽ ഇങ്ങേരെന്റെ അച്ഛനാണെന്ന് പറയും. അതാണ് ആകെ ഒരു ആശ്വാസം.
എന്നിട്ട് രാഗിണി പറയുകയാണ്, ഞാൻ വന്ന ശേഷം ഒരു ചടങ്ങുണ്ട്. എന്താ അമ്മയെന്ന് ജയലാൽ ചോദിക്കുമ്പോൾ വീണ്ടും രാഗിണി പറയുകയാണ്, ഇങ്ങേർക്ക് കുറെ വിഗുണ്ടല്ലോ, അത് കൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. ഇനി ആ വിഗൊന്നും വെച്ച് ഇങ്ങേര് പുറത്തേക്ക് പോകാൻ പാടില്ല. ഞാൻ കുറച്ചു ദിവസം മാറി നിന്നപ്പോൾ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതെ, 101 പവന്റെ സ്വർണമുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു. വാക്ക് പാലിക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. എന്നാൽ ആ സ്വർണത്തിൽ എന്തെങ്കിലും പന്തികേട് തോന്നിയാൽ നീ അവളുടെ മുഖമങ്ങ് മറന്നേക്ക്. പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം വേറെയില്ല. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ സസ്പെൻഷനിലായ വില്ലേജ് ഓഫീസറുടെ നോട്ടം ഇപ്പോഴും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. അതുപോലെ എങ്ങാനും ഇന്നുണ്ടായാൽ മറ്റേതെങ്കിലും ബന്ധം കിട്ടുമോ എന്ന് നോക്കണം. കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തതിനെയൊന്നും ഞാൻ കയറ്റത്തില്ല. അത്രയും പറഞ്ഞിറങ്ങുകയാണ് രാഗിണി. ദീപയ്ക്ക് തലകെട്ടി കൊടുത്ത ശേഷം ഭാഗ്യലക്ഷ്മി ചോദിക്കുകയാണ്, ശരിക്കും ദിയയ്ക്ക് എന്താ മോളെ പറ്റിയത്? ജഗൻ എന്ന് പറയുന്നവൻ വിളിക്കാത്തതും അവനെ കാണാത്തതും അത്രയ്ക്ക് വലിയ സങ്കടമാണോ അവൾക്ക്? ദീപ പറയുകയാണ്, ആണെന്ന് വേണം കരുതാൻ. ഞാൻ മോളോട് പറഞ്ഞില്ലേ അവളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. അത്രയ്ക്ക് സഹായമല്ലേ അമ്മേ അവൾക്കും നമ്മുടെ ഈ വീടിനും വേണ്ടി ചെയ്തിരിക്കുന്നത്. അമ്മയുടെ മുന്നിലിട്ടല്ലേ സദാനന്ദന്റെ മോനെ അയാൾ തല്ലി ചതച്ചത്. അതിന്റെ നന്ദി എനിക്ക് ആ പയ്യനോടുണ്ട്. പക്ഷെ അതിനുശേഷവും ഞാൻ അയാളെ ഉപദേശിക്കുകയാണ് ചെയ്തത്. ഒരു അമ്മയുടെ വേദനയോടെയാണ് ഇനി എന്റെ മോളെ കാണരുതെന്ന് ഞാൻ പറഞ്ഞത്. അത് അയാൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. എന്നാൽ ജഗൻ അകന്നു പോയിട്ടും അയാളെപ്പറ്റി ആലോചിച്ചിട്ടാണ് ദിയ ഈ വിഷമം കാണിക്കുന്നതെങ്കിൽ ആ ബന്ധം അപകടമാണ്. ദീപ പറയുകയാണ്, ദിയയ്ക്കെങ്ങനെ അമ്മ ഭയക്കുന്നത് പോലെ തെറ്റൊന്നും പറ്റില്ല. എനിക്കറിയാം എന്റെ മോള് വീണ്ടും വിചാരമുള്ള കൂട്ടത്തിലാണെന്ന്. അവൾക്കൊരബദ്ധം പറ്റിയത് കൊണ്ട് ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകുന്ന ഒരു പ്രവൃത്തിയും അവൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ഗുണ്ടയുമായിട്ട് കൂട്ടുകൂടുന്നത് ആർക്കും നല്ല പേരൊന്നും ഉണ്ടാക്കി തരില്ല. അതാണ് അമ്മ ഭയപ്പെടുന്നത്. അന്നേരം അവിടേക്ക് എത്തുകയാണ് ഗംഗാധരനും രാഗിണിയും. അവരെ കണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ് ഭാഗ്യലക്ഷ്മിയും വിജയകുമാറും. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.